എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇഖാമത്ത് കൊടുത്തു. ഇമാമ് വന്ന് നമസ്കരിക്കാൻ മുന്നിലേക്ക് കയറി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കൂ പെങ്ങള്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കൂ. എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്നറിയുമോ? നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടുന്നതിന് മുമ്പ് നീ നിന്റെ കണ്ണൊന്ന് തുറക്കണം. എന്നിട്ട് നിന്റെ കണ്ണിന്റെ മുന്നിൽ നീ കാണേണ്ടത് ആരെയാണെന്നറിയുമോ? അങ്ങ് മക്കത്ത് കിടക്കുന്ന പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇവര് രണ്ടുപേരും പണിത അള്ളാന്റെ കഅബാലയമുണ്ടല്ലോ. എപ്പോഴും ലോകത്തുള്ളവർ മുഴുവനും നമസ്കരിക്കാൻ അതിന്റെ നേരെ നിന്നിട്ടാണല്ലോ നിസ്കരിക്കുന്നത്. പക്ഷേ നാളെ സുബഹി നമസ്കരിക്കുമ്പോ ആ കഅബ നിന്റെ മുന്നിലേക്ക് കടന്നു വരണം. അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് കഅബ കണ്ടുകൊണ്ട് നമസ്കരിക്കണം. നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കഅബാലയം കടന്നു വരണം. ഞാൻ ഇവിടത്തെ പള്ളിയിലല്ല നിൽക്കുന്നത്, അള്ളാന്റെ കഅബാലയത്തിന്റെ മതാഫിന്റെ മുന്നിലാ. അള്ളാഹുടെ കഅബാലയത്തിന്റെ മുന്നിലാണ് ഞാൻ നിസ്കരിക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് നാളെ രാവിലെ നമസ്കരിക്കാൻ കൈകെട്ടുന്നതിന് മുമ്പ് നീ കണ്ണ് തുറന്നു നോക്കുമ്പോ കഅബാലയം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരണേ. എന്റെ ചെറുപ്പക്കാരാ, കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്ന് നിസ്കരിക്കുന്നവനെ പോലെ വേണം നാളെ നീ നിസ്കരിക്കാൻ. എന്നിട്ട് ഖാതിമുൽ അസം തങ്ങൾ പറയുകയാ, വലതുഭാഗത്തേക്കൊന്നു നോക്കണേ, ഇടതുഭാഗത്തേക്കൊന്നു നോക്കണേ. എന്തിനാണ് നോക്കാൻ പറഞ്ഞത്? നമസ്കരിക്കുന്നതിന് മുമ്പ് വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും നീ ഒന്ന് തിരിഞ്ഞു നോക്കണം. എന്നിട്ട് വലതുഭാഗത്ത് നോക്കാൻ പറഞ്ഞത് എന്തിനെന്നറിയുവോ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആദം നബിയും നൂഹ് നബിയും മൂസാ നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും പടച്ചവനെ ഈസാ നബിയും അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ, അവിടത്തെ സ്വഹാബത്തുണ്ടല്ലോ, അവിടത്തെ താബിഈങ്ങളുണ്ടല്ലോ, തബഉ താബിഈങ്ങളുണ്ടല്ലോ, ഇമാമുമാരുണ്ടല്ലോ, ഔലിയാക്കന്മാരുണ്ടല്ലോ, സയ്യിദന്മാരുണ്ടല്ലോ, പണ്ഡിതന്മാരുണ്ടല്ലോ, സ്വാലിഹീങ്ങളുണ്ടല്ലോ, അവരെല്ലാവരും കിടക്കുന്ന പടച്ചറബിന്റെ സ്വർഗം നീ കാണണമടാ ചെറുപ്പക്കാരാ. കൈകെട്ടുന്നതിന് മുമ്പ് വലതുഭാഗത്തെ സ്വർഗം ഇങ്ങനെ കാണണം മോനെ. എന്നിട്ട് ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോ അല്ലാ, പടച്ചറബിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ഭയാനകമായ നരകമുണ്ടല്ലോ. അത് നിന്റെ ഇടതുഭാഗത്ത് നീ കാണണം. അല്ലാ, എന്തൊരു ഭയാനകമാണല്ലാ. ലോകത്ത് ഒരാള് പോലും അതിനകത്ത് കടക്കാൻ ആഗ്രഹിക്കില്ലല്ലോ. ഈ നരകം കണ്ടതിന് ശേഷമല്ലേ മീകായിൽ എന്ന് പറയുന്ന മലക്കിന്റെ പുഞ്ചിരി പോയത്? ഈ നരകം കണ്ടതിന് ശേഷമല്ലേ മാലിക് എന്ന മലക്ക് മുകളിലേക്ക് തല ഉയർത്താത്തത്? ഈ നരകം കണ്ടതിന് ശേഷമല്ലേ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കഅബാലയത്തിന്റെ കില്ല പിടിച്ച് രാത്രിയിൽ കരയാൻ തുടങ്ങിയത്? ആ ഭയാനകമായ നരകമുണ്ടല്ലോ, നിന്റെ ഇടതു ഭാഗത്തേക്ക് കടന്നു വരണം. എന്നിട്ട് ചിന്തിക്കണം, അല്ലാ, ഈ നമസ്കാരം കഴിഞ്ഞ് എഴുന്നേക്കുമ്പോ നല്ലതുപോലെ നിസ്കരിച്ചാൽ എന്റെ പേര് ഈ സ്വർഗത്തിന്റെ മുന്നിൽ മലക്കുകൾ എഴുതുകയാ.
നമസ്കാരം നേരെയായാൽ ഈ സ്വർഗത്തിന്റെ മുന്നിലും മലക്കുകൾ എന്റെ പേരെഴുതി വെക്കും. എന്റെ നമസ്കാരം നേരെയായില്ലെങ്കിൽ ഈ നരകത്തിന്റെ മുന്നിൽ മലക്കുകൾ എന്റെ പേരെഴുതി വെക്കുകയാ. കണ്ണിന്റെ മുന്നിൽ കഅബാലയം കടന്നു വരട്ടെ, വലതുഭാഗത്ത് സ്വർഗം കടന്നു വരണം, ഇടതുഭാഗത്ത് നരകം കടന്നു വരണം. മഹാനായ ഖാതിമുൽ അസം തങ്ങൾ പറയുകയാ, പിന്നെ നോക്കേണ്ടത് കാലിന്റെ താഴെയാ. നീ നിൽക്കുന്നത് എവിടെയാണെന്നറിയുമോ? നീ നിൽക്കുന്നത് എവിടെയാണെന്നറിയുമോ? എടാ, ഈ നാട്ടിലെ പള്ളിക്കകത്തല്ല ഉമ്മാ, നിന്റെ വീടിന്റെ അകത്തല്ല. പിന്നെ നിൽക്കുന്നത് എവിടെയെന്നറിയുമോ? നരകത്തിന്റെ മുകളിലൂടെ പടച്ചറപ്പൊരു പാലം വലിച്ചു കെട്ടിയിട്ടുണ്ട്. അത് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏക വഴിയാ. ആ വഴിയിലൂടെ അല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. നരകത്തിന്റെ മുകളിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ പെങ്ങളെ, റസൂലുള്ള പറഞ്ഞതാ പാലത്തിനെ കുറിച്ച്. അതാ അസ്സിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സൈഫി, വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ വല്ലാത്ത മൂർച്ചയുള്ള പെങ്ങളെ. തലയിലെ ഒരു മുടിയെടുത്തിട്ട് അത് 7ആയിട്ട് കീറണം പെങ്ങള്. ഒരു മുടിയെടുത്ത് 7ആയിട്ട് കീറിയാൽ അതിലെ ഒരംശം എങ്ങനെ നേർമയുള്ളതാണോ ഇതുപോലെ നേർമയുള്ളതാണ് സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ. ആ പാലത്തിന്റെ താഴെയാ നരകം കത്തുന്നത്. ആ പാലത്തിന്റെ താഴെയാണ് നരകം കത്തുന്നത്. അതുകൊണ്ട് നമസ്കരിക്കുന്ന സമയത്ത് നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം, അല്ലാ, ഞാൻ നിൽക്കുന്നത് സിറാത്ത് പാലത്തിന്റെ മുകളിലാ, ഞാൻ നിൽക്കുന്നത് നരകത്തിന്റെ മുകളിലാ. എന്തെങ്കിലും പിഴവ് വന്നു പോയാൽ ഈ നരകം എന്നെ വിഴുങ്ങുമല്ലോ. ഈ നരകത്തിന്റെ തീ എന്നെ കൊണ്ടുപോകുമല്ലോ അല്ലാ. ആ ചിന്തയോടുകൂടി വേണം നീ നിൽക്കാൻ. ഖാതിമുൽ അസം തങ്ങൾ പറയുന്ന, ചെറുപ്പക്കാരാ, നാളെ സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ് തലയുടെ പുറകിലൊന്ന് തിരിഞ്ഞു നോക്കണേ, പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണേ. നിന്റെ തലയുടെ പുറകില്, നിന്റെ തലയുടെ പുറകില് ആരാ നിൽക്കുന്നതെന്നറിയുവോ? മലക്കുൽ മൗത്ത് അസ്റായീൽ. അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, എന്റെയും നിങ്ങളുടെയും തലയുടെ പുറകിൽ ഇങ്ങനെ നിൽക്കുകയാ. എന്തേ പറയുന്നതെന്നറിയുമോ? എന്തേ പറയുന്നതെന്നറിയുമോ? എളുപ്പ നമസ്കരിക്കടാ, ഇത് കഴിഞ്ഞാ നിന്നെ കൊണ്ടുപോവുകയാ. എളുപ്പ നമസ്കരിക്കടാ പെണ്ണേ, എളുപ്പ നിസ്കരിക്കടി പൊന്നുമോളെ, ഇത് കഴിഞ്ഞാ നിന്നെ ഞാൻ കൊണ്ടുപോവുകയാണ്. അല്ലാ, നമസ്കാരം കഴിഞ്ഞാ നിന്റെ മരണമാ, നമസ്കാരം കഴിഞ്ഞാ നിന്റെ മരണമാ. കണ്ണിന്റെ മുന്നിൽ കഅബാലയം കടന്നു വരണം, വലതുഭാഗത്ത് സ്വർഗം, ഇടതുഭാഗത്ത് നരകം, കാലിന്റെ അടിയിൽ സിറാത്ത് പാലം, കഴുത്തിന്റെ പുറകിൽ മലക്കുൽ മൗത്ത് അസ്റായീൽ. പടച്ചവനെ കാത്തു നിൽക്കുകയാണ്. അവസാനത്തെ കാര്യമെന്തെന്നറിയുവോ? നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നന്മ, നിന്റെ ജീവിതത്തിൽ അവസാനമായിട്ട് ചെയ്യുന്ന നല്ല കാര്യം, ഇനി നിനക്കൊരു സുബ്ഹാനല്ലാഹ് പറയാ, ഒരു അൽഹംദുലില്ലാഹ് പറയാ, ഒരു ഖുർആനിലെ ഒരായത്തോതാൻ മോനെ നിനക്ക് അവസരമില്ലടാ. നാളത്തെ സുബഹി നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാ. നാളെ ളുഹറിന് മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവെക്കും, നീ നമസ്കരിക്കൂല, നിനക്ക് അനുവാദമില്ല. വരുന്നവര് മുഴുവനും നിന്നെ
നിന്റെ മയ്യത്ത് നമസ്കരിക്കും. നാളത്തെ സുബഹിയാണ് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരം, നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന അവസാനത്തെ നല്ല കാര്യം നാളത്തെ നമസ്കാരമാ. ആ ഓർമ്മ നിനക്ക് വന്നാൽ, ആ ഓർമ്മ നിനക്ക് വന്നാൽ, ഇന്ന് ഈശാ നമസ്കരിച്ചപ്പോഴും നീ നിസ്കരിക്കുന്നത് കണ്ടിട്ട് ഇബ്ലീസ് ചിരിച്ചു. നീ അല്ലാഹുവിനെ കളിയാക്കുന്നത് കണ്ടിട്ട്, നീ പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്ന് കോമാളിത്തരം കാണിക്കുന്നത് കണ്ടിട്ട് ഇബ്ലീസ് ചിരിക്കുകയാ. എങ്കിൽ ഈ പറയുന്ന രീതിയിൽ നാളെ നീ സുബഹി നിസ്കരിക്കുമ്പോ നിന്റെ നിസ്കാരം കണ്ട് ഇബ്ലീസ് കരയുകയാ. ഇവന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയല്ലോ, ഇവന്റെ മുന്നിൽ ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ, ഇവൻ സ്വർഗത്തിന്റെ അവകാശിയായല്ലോ. കരയുമടാ ചെറുപ്പക്കാരാ, കരയും പൊന്നു പെങ്ങളെ. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങളൊന്ന് നിസ്കരിച്ചു നോക്ക്. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ അള്ളാന്റെ മലക്ക് നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, നീ സ്വർഗത്തിന്റെ അവകാശിയാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാ അങ്ങനെ പറയുന്ന രീതിയിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കാൻ നീ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹു നമുക്ക് അങ്ങനെ നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ നാളെ സുബഹി നിസ്കരിക്കാൻ പറ്റണമെന്നില്ല, കാരണം നമ്മൾ മനുഷ്യരാ. നാളെ പറഞ്ഞ രീതിയിൽ തന്നെ ഇങ്ങനെ തന്നെ നിസ്കരിക്കണമെന്ന് വിചാരിച്ചാലും നമ്മളെ കൊണ്ട് പറ്റണമെന്നില്ല. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും അങ്ങനെ നിസ്കരിക്കണം. മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും എല്ലാ ദിവസവും നമ്മുടെ നിസ്കാരം കണ്ട് ഇബ്ലീസ് ചിരിക്കും. ഒരിക്കലെങ്കിലും അവനെ ഒന്ന് കരയിപ്പിക്കണം. അത് മതി സ്വർഗത്തിൽ പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു 4000 പ്രവാചകന്മാരുടെ കൂടെ നടന്നിട്ട് പഠിച്ചെടുത്ത ഒന്നാമത്തെ അറിവ്, ഇബാദത്ത് ചെയ്യുന്ന സമയം ഹൃദയത്തിനെ സൂക്ഷിക്കാൻ അറിയണം. മനസ്സും ശരീരവും ഒരു സ്ഥലത്ത് കൊണ്ടുവരാൻ കഴിയണം. അങ്ങനെ കൊണ്ടുവന്നാൽ ഈ ദുനിയാവിൻ രക്ഷപ്പെടും, ആഖിറവും രക്ഷപ്പെടും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമയം 10:30 കഴിഞ്ഞു. ഞാൻ 10:30 നിർത്താമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരലംഭാവവും കാണിക്കരുത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിച്ചൂടെ? നിസ്കരിച്ചൂടെ? ഇന്നിശാ വരെ നിസ്കരിച്ചതുപോലെ വേണ്ട, ഇന്നിശാ നിസ്കരിച്ചതുപോലെ വേണ്ട. ഒരു പുതിയ നിസ്കാരം നാളെ മുതൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടുള്ളൊരു നിസ്കാരം ജീവിതത്തിൽ കൊണ്ടുവരണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിസ്കരിക്കുവോ? നിസ്കരിക്കുവോ? വെറുതെ വേണ്ട. ഓസിനാരും ഒന്നും ചെയ്യണ്ട. അല്ല എന്താ പറഞ്ഞ? അല്ല കരുണയുള്ളവൻ. അല്ല പറയാ, ഓസിന് നിങ്ങൾ ആരും ചെയ്യണ്ട. അല്ല പറഞ്ഞ എന്തെന്നറിയോ? നിങ്ങൾ നിസ്കരിക്ക്. നിസ്കരിച്ചാ ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം തരാം. അല്ല തരാന്ന് പറഞ്ഞത് 2 പ്രതിഫലം. ഒരാള് നമസ്കരിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹു കൊടുക്കാമെന്ന് പറഞ്ഞത് ഞാനല്ല, ഖുർആനാ പറഞ്ഞത്. ഹദീസൊന്നും ഇല്ല, ഹദീസൊന്നും ഞാൻ പറയണില്ല. ഇപ്പൊ ഹദീസ് പറഞ്ഞാൽ ചോദിക്കും ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്ന്. ഖുർആനിലുണ്ട് മോനെ. ഞാൻ പറയുന്ന ഈ 2 പ്രതിഫലം അല്ല പറയുകയാ. അള്ളാന്റെ റസൂൽ പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ, ഈ 2 പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് കസേര എടുത്തിട്ട് ഇങ്ങോട്ട് അടുത്തിരുന്ന് ഞാൻ ദുആ ചെയ്യാൻ പോവാ. പെട്ടെന്ന് വാ വാപ്പമാരൊക്കെ വാ, കൊറോണ ഒന്നും ഇല്ല, വാ. പറഞ്ഞപ്പോ ഓടുന്നിറങ്ങി, ഇങ്ങോട്ട് വിളിച്ചപ്പോ അങ്ങോട്ട് ഇറങ്ങി പോന്നു. പോണവരൊക്കെ പൊക്കോളി, അല്ലാത്തവരൊക്കെ ഇങ്ങോട്ട് വരും. ഇൻഷാ കസേര എടുത്തോണ്ട് വാ. കസേര എടുത്തിട്ട് വാ ചങ്ങായിമാരെ, വാപ്പമാരെ ഇരുന്നോ, നിങ്ങൾ വയ്യാത്തവരവിടെ ഇരുന്നോപ്പാ. ഇങ്ങോട്ട് കയറിക്ക, ഇൻഷാ നമുക്ക് ദുആ ചെയ്യാം. പെട്ടെന്ന് വാ. പോകേണ്ടവരൊക്കെ പൊക്കോളി. ഇൻഷാ അല്ലാഹ് തിരക്കുള്ളവരല്ലേ, ഇപ്പോഴല്ലേ പോകാൻ പറ്റൂ. അസ്റായിൽ വരുമ്പോ എവിടെ പോവാനാ? ഇപ്പോഴല്ലേ ഇറങ്ങി പോകാൻ പറ്റൂ. പൊക്കോളും, കുഴപ്പമൊന്നുമില്ല. അസ്റായിൽ വരുമ്പോ മിണ്ടാതെ അവിടെ തന്നെ കിടക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാരും കയറി വാ. അൽഹംദുലില്ലാ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു. മൈക്ക് സെറ്റ് ആരാ? ഞാൻ ഇരുന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ
നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ. ഒന്ന് മൈക്ക് താഴ്ത്തി വെച്ചാൽ മതി. ഇതങ്ങ് മാറ്റിയാൽ പോയാൽ ഇതൊന്ന് പിടിച്ചോ. മൈക്ക് എടുത്തു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇരിക്കും. പോകുന്നവരൊക്കെ പോകട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. സ്വർഗത്തിൽ എല്ലാവരും പോകില്ല, സ്വർഗത്തിലും ആള് കുറവാ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. സ്വർഗത്തിൽ ആള് കൂടുതലാണോ കുറവാണോ? സ്വർഗത്തിൽ ആള് കൂടുതലാണോ കുറവാണോ? കുറവാ. അള്ളാഹു ആ കുറഞ്ഞ വിഭാഗത്തിൽ നമ്മൾ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ല പറയുകയാ, ഞാൻ പറഞ്ഞതല്ല, അല്ല പറഞ്ഞതാ. നിസ്കരിച്ച 2 പ്രതിഫലം അള്ളാഹു നൽകും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിസ്കരിക്കോ 2 പ്രതിഫലം. 1, അള്ളാന്റെ ഖുർആൻ പറയുന്നു, വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖു വൽ ആഖിബത്തു ലിത്തഖ്വ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആരെങ്കിലും 5 നേരം നിസ്കരിച്ച, നീ മാത്രം നിസ്കരിച്ചാ പോരാട്ടാ, അങ്ങനെ വിഷയം കേടുണ്ട്. അള്ളാഹ് എന്താ പറഞ്ഞേ? നിങ്ങൾ ബാങ്ക് വിളിച്ചാൽ ഉടനെ പള്ളിയിൽ വരും നിസ്കരിക്കും, ഇല്ലേ? നിങ്ങൾ ബാങ്ക് വിളിച്ചാൽ ഉടനെ പള്ളിയിൽ വരും നിസ്കരിക്കും. നാളെ സുബഹിക്ക് ബാങ്ക് വിളിച്ചാൽ 4 മണിക്ക്, 4:30ക്ക്, 5 മണിക്ക് എഴുന്നേറ്റ് നിങ്ങൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കും. പക്ഷെ നിങ്ങളുടെ ഭാര്യമാര് നിസ്കരിക്കാറുണ്ടോ? നിങ്ങളുടെ മക്കൾ നിസ്കരിക്കാറുണ്ടോ? എന്തേ ഇവർക്കൊന്നും നിസ്കാരം നിർബന്ധമില്ലേ? നീ മാത്രം സ്വർഗത്തിൽ പോയാൽ മതിയോ? അല്ല എന്തേ പറഞ്ഞേ? എടാ പൊന്നാര വാപ്പ, കു അംഫുസക്കും വ അഹ്ലീക്കും നാറ വഖൂദുഹൻ നാസു വൽ ഹിജാറ. അല്ല പറഞ്ഞത് നീ സ്വർഗത്തിൽ പോകുമ്പോ ഒറ്റയ്ക്ക് പോകാനല്ല, നിന്റെ ആമിനായെ നീ കൊണ്ടുപോകണം. സ്വർഗത്തിൽ പോകുമ്പോ പെണ്ണുമ്പിള്ളയെ കൊണ്ടുപോണ്ടേ? വേണ്ടേ? ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈവക്കിക്ക്. സ്റ്റേജിൽ ഇരിക്കണ ഉസ്താദന്മാരൊക്കെ നോക്കിയിരുന്നോ? പെണ്ണുമ്പിള്ളമാരൊക്കെ ലൈവ് കാണുന്നുണ്ട്. വീട്ടിൽ പോകുമ്പോ ചോദിക്കുക എന്തേ പൊക്കാഞ്ഞെന്ന്. ഈ സദസ്സിരിക്കണം പലരും കൈവക്കിയില്ല. പ്രായമുള്ള വാപ്പ പോലും കൈവക്കണില്ല. എന്തേന്നറിയോ? എന്റെ പൊന്നാര ഉസ്താദെ, ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ പറ്റണില്ല, ഇനി സ്വർഗത്തിൽ കൊണ്ടുവന്ന്. എങ്കിൽ ഞാൻ അങ്ങോട്ട് പോണില്ല, സ്വർഗത്തിലോട്ട് തന്നെ. കാരണം അങ്ങനെ ചിലരുടെ ജീവിതം. അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. എന്റെ പൊന്നാര ചങ്ങാതി, നിന്റെ ആമിനെ അള്ളാഹു നന്നാക്കി തരും, പേടിക്കണ്ട. നാളെ സ്വർഗത്തിൽ എല്ലാവരും ഫ്രഷാണ്. അള്ളാഹു ഫ്രഷാക്കി തരുമാറാകട്ടെ. അപ്പൊ അല്ല പറയുക, നീ ഒറ്റയ്ക്ക് പോകരുത്. നീ പോകുമ്പോ നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും കൂടെ കൊണ്ടുപോകണം. അപ്പൊ അല്ല പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ബാങ്ക് വിളിക്കുന്ന സമയത്ത് നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിച്ചാൽ അല്ല പറയുകയാ, വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖു. ഞാൻ തരാം ഭക്ഷണം. അല്ല പറയുകയാ, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും 5 നേരം നിസ്കരിച്ച ജോലിയുണ്ടോ ഇല്ലേ? ലോക്ക്ഡൗൺ ആണോ, കൊറോണയാണോ, ഗൾഫിൽ നിന്ന് കയറ്റി വിട്ടില്ല, ഇതൊന്നും എനിക്കറിയണ്ട. അല്ല പറയുകയാ, മരിക്കുന്ന കാലം വരെ ഞാൻ തരും നിനക്ക് ഭക്ഷണം, നീ പേടിക്കണ്ട. ലാ നസ്അലുക റിസ്ഖ. നീയല്ല റിസ്ഖ് ഉണ്ടാക്കുന്നത്. അല്ലാഹു പറയാ, നീയല്ല റിസ്ഖ് ഉണ്ടാക്കുന്നത്, ഞാനാ നിന്റെ റബ്ബ്. നിനക്കും പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തെണ്ടാതെ, ഒരുത്തന്റെ മുന്നിലും കൈനീട്ടാതെ, ദാരിദ്ര്യവും പട്ടിണിയുമില്ലാതെ മരിക്കുന്ന കാലം വരെ ഞാൻ തരാം ഭക്ഷണം. നിസ്കരിച്ചാ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. ഇത് വിശ്വാസമില്ലേ? ഖുർആൻ സൂറത്തു ത്വാഹ 132 തോന്നുന്നു. 132 135 അവസാന പേജ് എടുത്ത് നോക്കിയാൽ മതി. അല്ല പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. അല്ലയാ പറയണേ, എടാ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ ഞാൻ തരും. എന്തു വന്നാലും ഭക്ഷണം ഞാൻ തരും, നീ പേടിക്കണ്ട. ഹലാല്, അല്ല ഹലാലേ തരൂ. ഹറാമ് തരുവോ? ഇല്ല. നീ ഒരു പേടിയും വേണ്ട, മരിക്കുന്ന കാലം വരെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ, അപ്പൊ നാളെ മുതൽ ഞാൻ ജോലിക്ക് പോണ്ടേ? നാളെ മുതൽ ഞാൻ ജോലിക്ക് പോകണ്ടേ? ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ ആര് പോറ്റും? നല്ല ചോദ്യം.
നീ മരിച്ചാൽ നിന്റെ പെണ്ണുപിള്ളയ്ക്ക് ആര് കൊടുക്കും? അതാ ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. ഉസ്താദെ, ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ ഭാര്യക്കും മക്കൾക്കും ആര് ഭക്ഷണം കൊടുക്കും? ആര് കൊടുക്കും? നീ മരിച്ച ആര് കൊടുക്കും? പറ ചങ്ങാതി, നീ മരിച്ച നിന്റെ പെണ്ണുപിള്ളയ്ക്കും മക്കൾക്കും ഭക്ഷണം ആര് കൊടുക്കും? ഉറക്കപ്പറ, ആര് കൊടുക്കും? ആര് കൊടുക്കും? അള്ളാഹ്ക്ക് എന്താ, നീ ജീവിച്ചിരുന്നാ കൊടുക്കാൻ പറ്റൂലേ? അതാ ചോദ്യം. നിനക്ക് നട്ടല് നേരെ നിന്നാലല്ലേ നീ ജോലിക്ക് പോത്തുള്ളൂ. ഈ കായും കാലും ആരോഗ്യം ഉണ്ടെങ്കിൽ അല്ലടാ ചങ്ങാതി നീ ജോലിക്ക് പോത്തുള്ളൂ. ആ ആരോഗ്യം തരുന്ന ആരാ? അള്ളാഹ്. അതാണ് അള്ളാഹ്. അതാ പള്ളിയിലെ ഉസ്താദന്മാരുടെ വീട്ടിൽ പട്ടിണിയില്ല. ഏതെങ്കിലും പള്ളിയിലെ ഉസ്താദിന്റെ വീട്ടിൽ പട്ടിണിയുണ്ടോ? ഉസ്താദിന്റെ ശമ്പളം ഒരു കാലത്തും കൂടാറില്ല. അതാണ് അവസ്ഥ. ആർക്കൊക്കെ ശമ്പളം കൂടിയാലും ഉസ്താദിന്റെ ശമ്പളമില്ല. ലോക്ക്ഡൌൺ വന്നപ്പോ ഉള്ളതും വെട്ടി പകുതി. ലോക്ക്ഡൌൺ വന്നപ്പോ ഇവിടെ എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. പാവപ്പെട്ടവന്മാര് ഞങ്ങളുടെ നാട്ടിലൊക്കെ നോക്കുമ്പോ ഉസ്താദന്മാര് അണ്ടിപ്പരിപ്പ് കച്ചവടം റോഡിൽ നിന്നിട്ട് ഇപ്പൊ ആശാരിപ്പണിക്ക് പോകുന്നു, മേശിരിപ്പണിക്ക് പോകുന്നു, മെക്കാട് പണിക്ക് പോകുന്നു. എന്തേ? അൽഹംദുലില്ലാ. എന്തേ? ശമ്പളം ഇല്ല പാവങ്ങൾക്ക്. ഞാൻ എൻ്റെ അടുത്തൊരു സുഹൃത്തിനെ നല്ല പഠിക്കും, എൻ്റെ കാര്യം ഞങ്ങൾ പഠിക്കുമ്പോൾ കൂടെ പഠിക്കുമ്പോൾ നല്ലതുപോലെ കിതാബൊക്കെ നല്ല ഓതാൻ അറിയുന്ന ഒരു ചങ്ങാതിയാ. ഇപ്പൊ നോക്കുമ്പോ ഈ മേശിരിയുടെ കൂടെ പോണ ആൾക്ക് എന്താ പറയാ? ഹെൽപ്പ്. അതിന് വേറെന്തൊരു പണി പറയും? ഹെൽപ്പർ. ആ പണിക്ക് പോവാ. ഞാൻ ചോദിച്ചെന്ത്? എന്റെ പൊന്നാര സിറാജ്, പള്ളി ജോലിക്ക് പോയി കഴിഞ്ഞാൽ മുള്ളാൻ പോണെങ്കിൽ സെക്രട്ടറിയോട് ചോദിക്കണം. എവിടെ പോയി വീട്ടിൽ പോണെങ്കിൽ അവിടെ പോണെങ്കിൽ ഇവിടെ പോണെങ്കിൽ അവന്റെ ഒക്കെ വായിരിക്കുന്നത് കേൾക്കണം. ലീവ് എടുക്കണമെങ്കിൽ അവന്റെ മുന്നിൽ പോയി, കോടതിയുടെ മുന്നിൽ പോലെ പോയി നിൽക്കണം. എല്ലാത്തിനും കുറ്റം. ഇപ്പൊ ഒരു കുഴപ്പമില്ല. രാവിലെ എഴുന്നേറ്റ് പെണ്ണുമ്പിള്ള ചോറും കറിയും വെച്ച് തരും, കൊണ്ടുകൊണ്ട് പോകാം, തിന്നാ, വൈകുന്നേരം 5 മണിക്ക് തിരിച്ചു വരിക, 4 മണിയാകുമ്പോ പരിപാടി കഴിഞ്ഞു, 5 മണിക്ക് വീട്ടിലെത്തി, സമാധാനം, അൽഹംദുലില്ലാഹ്, റാഹത്ത്. അല്ലാഹു അലം. ഇൽമ പഠിച്ചവർ ആലിമ് പോകാൻ കാരണം പള്ളി കമ്മിറ്റിക്കാരന്മാര്. അല്ല വെറുതെ വിടുവോ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാത്തിരക്ഷിക്കുമാറാകട്ടെ. പള്ളി കമ്മിറ്റിക്കാരന്മാരൊക്കെ കറങ്ങണ കസേരയിൽ സെക്രട്ടറിയും പ്രസിഡന്റും ആകാൻ വേണ്ടി പൈസ കൊടുത്ത് വോട്ട് പിടിച്ച് കയറിയിരുന്ന് കറങ്ങി. ഞങ്ങളൊക്കെ വെള്ളിയാഴ്ച പ്രസംഗിക്കും. ഉസ്താദന്മാരൊക്കെ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുന്നവരുടെ പേരെഴുതാൻ 2 മലക്കുകൾ പള്ളിയുടെ കവാടത്തിൽ നിൽക്കും. ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാ? വെള്ളിയാഴ്ച നേരത്തെ പള്ളി വരുന്നവരുടെ പേരെഴുതാൻ 2 മലക്കുകൾ പള്ളിയുടെ കവാടത്തിൽ നിൽക്കുമെന്ന് ഉസ്താദന്മാര് വഴലു പറഞ്ഞു. ഇന്ന് വരെ ആർക്കും തിരിഞ്ഞില്ല. ഇപ്പൊ തിരിഞ്ഞു. ഇപ്പൊ എന്തേ? പള്ളിയുടെ കവാടത്തിൽ സെക്രട്ടറി ഒരു ബുക്കും ഉണ്ട്, പേരും ഫോൺ നമ്പരും എഴുതാൻ. പ്രസിഡന്റ് പനി നോക്കുന്ന മെഷീനും കൊണ്ട് നിൽക്കാൻ. ഖജാഞ്ചി ഇങ്ങനെ അടിക്കാൻ, മറ്റേ സ്പ്രേ അടിക്കാൻ. അല്ലാഹ് ആരാടാ ചങ്ങാതി? അല്ലാഹ് ആരാ? കറങ്ങണ കസേര ഇരുന്ന് കറങ്ങിയ പള്ളി കമ്മിറ്റിക്കാരന്മാർക്ക് ഇപ്പൊ അല്ലാഹ് കൊടുത്തിരിക്കണ 8ന്റെ പണി. അല്ലാഹ് ആരാ? അല്ലാഹ് മുഖ്യമന്ത്രിമാറാകട്ടെ. അല്ലാഹ് നിങ്ങളൊക്കെ വിറ്റ കാശ് അല്ലാഹ് എടുത്തിരിപ്പുണ്ട്. അല്ലാഹ് ഏറ്റവും വലിയ തന്ത്രശാലി. പടച്ചോ നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നിസ്കരിച്ചാൽ അല്ലാഹു എന്ത് തരും? നിന്നെയും നിന്റെ കുടുംബത്തെയും പട്ടിണി കിടത്തില്ല. മരിക്കുന്ന കാലം വരെ അല്ലാഹ് തരും. അല്ലാഹ് രാഷ്ട്രീയക്കാരനല്ല വാക്കുമാറ്റാൻ. അല്ലാഹ് പറഞ്ഞതാ, ഖുർആനാ പറഞ്ഞത്. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഈ ഇരിക്കണ ഏത് ഉസ്താദന്മാര് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഈ ആയത്തിന്റെ അർത്ഥം എടുത്ത് നോക്കൂ. സൂറത്തു ത്വാഹ, വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ. അല്ലാഹ് പറഞ്ഞു, റിസ്ക് നിനക്ക് റബ്ബ് തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 2 നല്ല മരണം വേണോ? ഞാൻ തരാം. നീ എന്തിനാ പേടിക്കണേ? അല്ലാഹ് വെള്ളിയാഴ്ച രാവി താ അല്ലാഹ്, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം താ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ തരണേ അല്ലാഹ്. പുതുകുടിയനും പറയണേതാ. എല്ലാരും ദുആ ചെയ്യാൻ നല്ല മരണത്തിന്. എടാ അല്ലാഹ് പറയാ, ഞാൻ തരാം. നിനക്ക് നല്ല മരണം വേണോ? നിനക്കൊരു നല്ല മരണം വേണോ? ഞാൻ തരാം. വൽ ആഖിബത്തു ലിത്തഖ്വ. ഞാൻ തരാം മരണം. ഒരു നല്ല മരണം ഞാൻ തരാം. എടാ പൊന്നു മോനെ, മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു, ഒരു ചെറുപ്പക്കാരനായ സഹാബിയ, തൂക്കിക്കൊല്ലാൻ പോ കഴുകുമരത്തിന്റെ മുകളിൽ കയറ്റി നിർത്തി ഹുബൈബിനോട് ചോദിച്ചു, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? ഹുബൈബ് പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. അതാ പറഞ്ഞേ, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു wudu'െടുത്തു, 2 റക്അത്ത് നിസ്കരിച്ചു, സലാം വീട്ടി. എന്നിട്ട് സുജൂദി കിടന്നിട്ട് അല്ലാഹ്നോട് പറയാ, അല്ലാഹ് എപ്പോ നിസ്കരിക്കുമ്പോഴും വലിയ സൂറത്താ ഓതണേ, ഇന്ന് ചെറുതാ ഓതിയേ. അല്ലാഹ്നോട് പരാതി പറയാ, പടച്ചവനെ എന്ന് നിസ്കരിക്കുമ്പോഴും ഹുബൈബ് വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാ നിസ്കരിച്ചത്, ഇന്ന് ചെറുതായി പോയി പടച്ചവനെ,
മതിയായത് കൊണ്ടല്ല അല്ലാ, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അല്ലാ. പടച്ചവനെ, എന്റെ നിസ്കാരം നീണ്ട ഇവന്മാര് വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്. ഇവന്മാര് വിചാരിക്കും ഹുബൈബിന് മരിക്കാൻ പേടിയായിട്ട് തോണ്ടടാ നിസ്കാരം നീട്ടി കടന്ന് കരയുന്നടാ എന്ന് കളിയാക്കും പടച്ചവനെ. അതുകൊണ്ടാ അല്ലാ പെട്ടെന്ന് നിസ്കരിച്ചത്. നമ്മളോ റമളാൻ കടന്നു വരുന്നു, നമ്മള് 9:15 ഏത് പള്ളിയിലാ തറാവി തീരുന്നത് അവിടെ നമ്മൾ പോകത്തുള്ളൂ. അതാ റമളാൻ മാസം വരുമ്പോ ഏറ്റവും എളുപ്പത്തിൽ തറാവി തീരുന്ന പള്ളിയാ നമ്മൾ തിരയണേ. വല്ലുഹ മുതൽ താഴോട്ടുള്ള പള്ളി, വല്ലുഹ മുതൽ താഴോട്ട് ഓതുന്ന പള്ളി. ചില പള്ളികളിൽ അലന്തറ മുതൽ ഓതും. ചില പള്ളികളിൽ അലന്തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ മിനൽ ജിന്നത്തി വന്നാസ്, ഇങ്ങനെ 10, വീണ്ടും ഒരു 10. വലിയ സൂറത്തുകൾ ഓതി നിസ്കരിക്കണ പള്ളിയിൽ പോകാൻ സമയമില്ല നമുക്ക്. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചിട്ട് കരഞ്ഞോണ്ട് പറയണ, റബ്ബേ, ചെറിയ സൂറത്ത് ഓതി പെട്ടെന്ന് നിസ്കാരം തീർത്തത് മതിയായിട്ടോ ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല അല്ലാ, നീണ്ടുപോയ ഇവരെന്നെ കളിയാക്കും പടച്ചവനെ. എനിക്ക് മരിക്കാൻ പേടിയാണെന്ന് കരുതും പടച്ചവൻ. എനിക്കൊരു പേടിയില്ലല്ല, എന്തിനാ അല്ല ഞാൻ പേടിക്കണേ? കഴുകുമരത്തിന്റെ മുകളിൽ കയറി ഹുബൈബ് തങ്ങള് ശത്രുക്കളാണെങ്കിൽ പറഞ്ഞു, നീ കിബിലയുടെ നേരെ നിന്നിട്ട് ചാവണ്ടടാ ഹുബൈബ, നീ കിബിലയുടെ നേരെ നിന്നിട്ട് ചാകണ്ട. പിടിച്ച് കിബിലയുടെ നേരെ എതിരെ തിരിച്ചു നിർത്തി. എന്നിട്ട് കഴുത്തിൽ കയറിട്ടു. ഹുബൈബ് തങ്ങളുടെ കഴുത്തിൽ കയറിട്ടിട്ട് കമ്പി കൊണ്ടുവന്ന് ഹുബൈബ് തങ്ങളുടെ പച്ച ഇറച്ചി ഇങ്ങനെ കുത്തിയെടുക്ക. ശരീരത്തിൽ നിന്നിങ്ങനെ കുത്തിയെടുക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ ഹുബൈബ് തങ്ങൾ ഇങ്ങനെ കരഞ്ഞപ്പോ താഴെ നിന്നിട്ട് ചിരിക്ക, കളിയാക്കിയിട്ട്. താഴെ നിന്നിട്ട് ശത്രുക്കൾ മുഴുവനും ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കളിയാക്കിയിട്ട് ചിരിക്ക. ഹുബൈബ് തങ്ങൾ വേദന കൊണ്ട് പിടയുമ്പോ കളിയാക്കി ചിരിക്കുന്നു. അവസാനം ഹുബൈബ് തങ്ങളുടെ കഴുത്തിലേക്ക് കയറിട്ടിട്ട് മുറുക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة. കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബിന്റെ ചാരത്തേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് ചോദിക്കുന്നു, ഹുബൈബേ, എന്തിനാ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? നോക്കടാ ഹുബൈബേ, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് 7 ആകാശവും തുറന്നിട്ടും മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ? ഇത് സ്വർഗത്തിലെ പട്ടുവസ്ത്രമാടാ ഹുബൈബേ. ഇത് നിന്റെ റൂഹിനെ സ്വീകരിക്കാനാ. ഈ മലക്കുകൾ മുഴുവനും നിരന്നു നിൽക്കുന്നത് നിന്നെയൊന്ന് കൊണ്ടുപോകാനാടാ ഹുബൈബേ. നോക്കടാ, കണ്ണു തുറന്നു നോക്കടാ, കരയല്ലേടാ ഹുബൈബേ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സ്വാഗതം പറയുകയാണ് മലക്കുകൾ. ആദ്യമായിട്ട് സ്വാഗതം പറയുകയാണ്. സ്റ്റേജിൽ കയറ്റിയിരുത്തിയിട്ട് പണ്ഡിതനാണ്, മഹാനാണ്, വലിയ കുത്തുബുൽ കിതാബാണെന്ന് പുകഴ്ത്തുന്നതിൽ കാര്യമില്ലടാ. അത് വെറുതെ കയറ്റിയിരുത്ത് സുഖിപ്പിക്കുന്നതാണ്. പക്ഷേ സ്വാഗതം പറയേണ്ടത് എപ്പോഴെന്നറിയുമോ? അള്ളാന്റെ മലക്ക് പറയുകയാ, കരയല്ലേടാ ഹുബൈബേ, പേടിക്കല്ലേ ഹുബൈബേ, നിന്നെ കൊണ്ടുപോകാനാ മലക്കുകൾ നിരന്നു നിൽക്കുന്നത്. നീ കരയരുത്, നീ പേടിക്കരുത്. നിന്നെ നോക്കിയിട്ട് കളിയാക്കുന്നത് നോക്കടാ ഹുബൈബേ, നിന്നെ കളിയാക്കുന്നത് കണ്ടോടാ. അവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് നീ വിളിച്ചു പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബിനോട് അള്ളാന്റെ മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബ് വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
അതുവരെ ചിരിച്ചുകൊണ്ടിരുന്നവരുടെ ഹൃദയം പൊട്ടിപ്പോയി, കണ്ണ് തള്ളിപ്പോയി. ഇടിത്തീ പോലെയാണ് ആ കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോഴും ഹുബൈബ് ഷഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞപ്പോ അതുവരെ ചിരിച്ചവന്മാരുടെ കണ്ണ് തള്ളിപ്പോവുകയാണ്. അവരുടെ ചെവികൾ അടഞ്ഞുപോയി, അവരുടെ ഹൃദയങ്ങൾ പിടയാൻ തുടങ്ങി. അവർ കണ്ണ് തള്ളിയിട്ട് നിൽക്കുകയാണ്. മോനെ, തൂങ്ങി മരിക്കുന്നവനെ കണ്ടിട്ടുണ്ടോ? കണ്ണ് തള്ളിയിട്ട് ശരീരം മുഴുവനും വലിച്ചു മുറിച്ച് മലമൂത്ര വിസർജനം നടത്തി നാക്ക് കടിച്ചിട്ട് ഒരു വല്ലാത്ത കോലത്തിലാ കിടക്കുന്നത്. പക്ഷേ ഹുബൈബ് ചിരിക്കുന്നത് കണ്ടപ്പോ ശത്രുക്കൾ വന്നിട്ട് ഹുബൈബിന്റെ മുഖത്ത് നോക്കുകയാ. ഇതെന്തൊരു മരണമാ അല്ലാ, ഇതെന്തൊരു മരണമാ അല്ലാ. കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഹുബൈബ് ഷഹാദത്ത് കലിമ ഉറക്കെ വിളിച്ചു പറഞ്ഞു. മലക്കുകളാണ് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തത്, മലക്കുകളാണ് സമാധാനിപ്പിച്ചത്, മലക്കുകളാണ് സ്വാഗതം പറഞ്ഞത്, മലക്കുകളാണ് സ്വീകരിച്ചത്. അവസാനം ഹുബൈബിന്റെ മുഖത്തെ ചിരി കണ്ടിട്ട് നിങ്ങളും കണ്ടിട്ടില്ലേ? പലരും നിങ്ങളുടെ നാട്ടിലും മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ സാധാരണ വാപ്പമാര്, ഹജ്ജ് ചെയ്യാത്ത ഉംറ ചെയ്യാത്ത ഒരുപാടൊന്നും പണമില്ലാത്ത പാവപ്പെട്ടവരുടെ മുഖത്തെ പ്രകാശം കണ്ടപ്പോ കൊതിച്ചു പോയിട്ടില്ലേ അല്ലാ? ഇതെന്തൊരു ചിരിയാ അല്ലാ, എന്തൊരു പ്രകാശമാ അല്ലാ. അല്ല ഇങ്ങനെ ഒരു മരണം കൊടുക്കാൻ, വെള്ളിയാഴ്ച രാവിലെ ജുമയ്ക്ക് മുമ്പ് പള്ളിപ്പറമ്പിൽ പോയി കിടക്കാൻ, അല്ല ഇങ്ങനെ ഒരു മരണം കൊടുക്കാൻ ഇവൻ എന്തേ ചെയ്തത്? 5 നേരം നിസ്കരിച്ചതാ, അല്ലാതെ പള്ളി കെട്ടിക്കൊടുത്തതല്ല, ഹജ്ജിന് പോയതെന്തല്ല, ഉംറ ചെയ്തത് കൊണ്ടല്ല. 5 നേരം നിസ്കരിച്ചവർക്ക് അല്ല കൊടുക്കും നല്ല മരണം. വല്ലാകിബത്തു ലിത്തഖ്വാ, ഞാൻ തരാം നല്ല മരണം, ഞാൻ തരാം നല്ല മരണം, നിന്റെ അവസാനം ഞാൻ നന്നാക്കി തരാ. റസൂലുള്ള പറഞ്ഞു, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കണം. നിസ്കരിക്കുന്ന വാപ്പാ, നിനക്കാള് വേണ്ട, നിനക്കാള് വേണ്ട. 5 നേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ വാപ്പയോ നിന്റെ ഉമ്മയോ നിന്റെ കൂടപ്പുറപ്പോ നിന്റെ കുടുംബക്കാരോ ഒരാളും വേണ്ടടാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാൻ. പെങ്ങളെ, 5 നേരം നിസ്കരിക്കുന്ന ഉമ്മ, നിനക്കാരി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരുമെന്നറിയോ? മലക്കുൽ മൗത്ത് അസ്റായീൽ കാലിന്റെ വിരല് മുതൽ റൂഹ് പിടിക്കുകയാണ്. മലക്കുകൾ റൂഹ് പിടിച്ച് മുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്തുവരെ ഇവിടെ റൂഹ് കൊണ്ടുവച്ചിട്ട് എല്ലാ മലക്കുകളും കയ്യും കാലും പിടിച്ചു വെക്കുകയാണ്. ഒരു മലക്കല്ല, 70 മുതൽ 70,000 വരെ, 70 മുതൽ 70,000 മലക്കുകളാ റൂഹ് പിടിക്കാൻ വരുന്നത്. കാണും പൊന്നുമോനെ, അള്ളയല്ലേ പറഞ്ഞത്, വകശഫിനാ അൻക ഇതാഅക ഫബസറുകൽ യൗമ ഹദീദ്. ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണും സിറാജ്, നിങ്ങൾ ഓരോരുത്തരും കാണും. ഇതേ കണ്ണുകൊണ്ട് ആകാശലോകത്ത് നിന്നും മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണുമ്പോ മിണ്ടാതെ കടന്നു കൊടുക്കും മോനെ. ഞാനും നിങ്ങളും മിണ്ടാതെ കിടക്കും. മലക്ക് വന്നിട്ട് പറയും, വിളിക്കടാ. മലക്കുകൾ എന്നോട് പറയുകയാണ്, കല്ലാ ഇദാ ബലഗതി തറാകിയ വകീല മൻറാക് വലന്ന അന്നഹുൽ ഫിറാക് വൽതഫതി സാഖു ബിസാ. വിളിക്ക് സിറാജേ, നിന്നെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കടാ എന്നും മലക്കുകൾ എന്നോട് പറയുന്ന ഒരു രംഗമുണ്ട്, നിങ്ങളോട് പറയുന്ന ഒരു രംഗമുണ്ട്. അല്ലാ, നീ കാക്കണേ അല്ലാ. അതുകൊണ്ട് 5 നേരം നിസ്കരിച്ച വാപ്പാ, നിന്റെ പൊന്നാര മക്കള് നിസ്കരിച്ചില്ല, നിന്റെ കൂടെ കിടന്ന ഭാര്യ നിസ്കരിച്ചില്ല. പക്ഷേ ഇവിടത്തെ പള്ളിയിൽ വന്ന് നീ നിസ്കരിച്ചവനല്ലേ? രോഗിയാണെങ്കിലും വന്നവൻ
ഉള്ളവനല്ലേ? നിന്നെ അല്ല വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല നിന്നെ കൈവിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വാപ്പാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നീ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ അസ്റായിൽ പറഞ്ഞു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, ഒരു പ്രതിഫലം പറഞ്ഞുകൊണ്ട് നമുക്ക് പിരിയാ. ഒറ്റ പ്രതിഫലം പറയാ. ഹുബൈബ് തങ്ങളുടെ ശരീരം അതുപോലെ തന്നെ തൂക്കിയിട്ടിരിക്കുകയാണ്. പുഴുത്തു നാറട്ടെ, അവിടെ കടന്ന് പുഴുത്തു നാറട്ടെ, ഒരുത്തനും തൊടരുത്. മുഹമ്മദിനും അനുയായികൾക്കും കുഴിച്ചിടാൻ പോലും കൊടുക്കരുത്. ശത്രുക്കൾ കാവല് നിൽക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാത്ത വേദനയായി. ഹുബൈബിനെ ഖബറടക്കിയില്ലല്ലോ. അള്ളാന്റെ റസൂല് സഹാബത്തിനോട് ചോദിച്ചു, ആരാ പോയിട്ട് ഖബറടക്കുന്നത്? ഒരു സ്വഹാബി പറഞ്ഞു, ഞാൻ പോകാ നബിയെ. റസൂലുള്ള അനുവാദം കൊടുത്തു. ഈ സ്വഹാബി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ഖബറടക്കുന്നതിന് വേണ്ടി തൂക്കിയിട്ടിരുന്ന സ്ഥലത്തേക്ക് വരുമ്പോ ശത്രുക്കൾ മുഴുവനും കൂടി നിന്ന് ചർച്ചയാണ്. എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് ഓടി വരികയാ. ഒരു കാണാൻ ഗ്ലാമർ കൂടിയ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണ് ഓടി ശത്രുക്കളുടെ മുന്നിലേക്ക് കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, ഹുബൈബിന്റെ തലയാരാ മുറിച്ചു തരുന്നത്? ഹുബൈബിന്റെ തല വെട്ടിത്തരുന്നത് ആരാട്? ശത്രുക്കൾ ചോദിച്ചു, പെണ്ണേ, ഈ പുഴുത്തു നാറി ചത്ത് കിടക്കുന്ന ഹുബൈബിന്റെ തല നിനക്കെന്തിനാ? ഈ പഴുത്ത് കിടക്കുന്ന ഹുബൈബിന്റെ തല നിനക്കെന്തിനാ? പെണ്ണു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഹുബൈബിന്റെ തല വെട്ടി പൊളിച്ച് തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചിട്ട് കുടിക്കാനാ. അത് കേൾക്കുമ്പോ ശത്രുക്കൾക്ക് വല്ലാത്ത ഒരു സുഖമാണ്. അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാമെന്ന് ശപഥം ചെയ്തിട്ട് വന്നവളാ ഞാൻ. ആരും വെറുതെ വെട്ടിത്തരണ്ട. ഹുബൈബിന്റെ തല വെട്ടിത്തരുന്നവന് ഞാനൊരു സമ്മാനം തരാ. തന്റെ മാറിടം ഇങ്ങനെ തുറന്നു കാണിക്കുകയാ. ആരാണോ വെട്ടിക്കൊണ്ട് വരുന്നത് അവൻ എന്റെ കൂടെ കിടക്കാ. ഈ ശരീരം ഞാൻ അവന്റെ കാൽ കീഴിൽ വെച്ചു കൊടുക്കും. കേൾക്കേണ്ട താമസമുണ്ടല്ലോ. വാള് വലിച്ചൂരിയിട്ട് ചെറുപ്പക്കാര് ഓടുകയാണ്. ഹുബൈബ് തങ്ങളുടെ തലവെട്ടാര് മരിച്ചു കിടക്കുന്ന, ഷഹീദായി കിടക്കുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലവെട്ടിയെടുത്ത് ഈ വൃത്തികെട്ടവളുടെ കാൽ ചുവട്ടിൽ കൊണ്ട് വെക്കുന്നതിന് വേണ്ടി ചെറുപ്പക്കാര് ഓടുമ്പോ ഈ സഹാബി പറയുകയാണ്, ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് കയറി എന്താണ് നടക്കുന്നതെന്ന് കാണാൻ. പടച്ചറബേ, സ്വഹാബി നോക്കുമ്പോ തലവെട്ടാൻ പോയവന്മാരുടെ പൊടി കാണുന്നില്ല, ഒരുത്തരെ പോലും കാണാനില്ല. ജീവനും കൊണ്ടോടുകയാണ്. എല്ലാവരും ജീവനും കൊണ്ടോടുകയാണ്. എന്തേ സംഭവിച്ചതെന്നറിയുന്നില്ല. അവസാനം അതിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ഹുബൈബ് തങ്ങളുടെ ജനാസ കാണുന്നില്ല. എന്തേ സംഭവമെന്നറിയില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. അവസാനം അവിടെ ചെന്നിട്ട് പറഞ്ഞു, നബിയേ, നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. ജനാസ കണ്ടില്ല നബിയേ, ജനാസ കാണുന്നില്ല നബിയേ. റസൂലുള്ള ചിരിക്കുകയാ. എന്നിട്ട് പറഞ്ഞതെന്തെന്നറിയുമോ സഹാബാ? എന്റെ ഹുബൈബിനെ മലക്കുകള് കബറടക്കി സഹാബാ. ജീവിതത്തിൽ അവസാനത്തെ മോഹമെന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കബറടക്കാൻ മലക്കുകൾ കടന്നു വന്നെന്ന് ചരിത്രം പറയുമ്പോ 5 നേരം നിസ്കരിക്കുന്ന ഉപ്പാ, 5 നേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോ എന്ത് ജോലിയാണെങ്കിലും സർവ്വതും മാറ്റിവെച്ചിട്ട് ഓടിച്ചെന്ന് പുതുപെടുത്ത് നിസ്കരിക്കുന്ന പെങ്ങള്, 3 കഷ്ടം വെള്ളത്തുടിയിൽ പൊതിഞ്ഞ്
നിന്റെ മയ്യത്ത് ഇവിടത്തെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഇവിടത്തെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ കൊണ്ടുവരുമ്പോ ഇവിടത്തെ പള്ളിയും പരിസരവും നിറയുകയാണ്. ഇവിടത്തെ പള്ളിയും പരിസരവും കാലുകുത്താൻ പോലും സ്ഥലം കിട്ടൂല. കാരണം മന്ത്രിയല്ല മരിച്ചത്, MP-യോ MLA-യോ അല്ല, രാഷ്ട്രീയക്കാരനല്ല, ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനല്ല. പിന്നെ മരിച്ചതാരാ? 5 നേരം നിസ്കരിച്ച മനുഷ്യനാ. അവന്റെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ അല്ലാഹുവിന്റെ മലക്കുകൾ വരും. മോനെ, കള്ളുകുടിയനോ പെണ്ണുപിടിയനോ പലിശ തിന്നുന്നവനോ പള്ളിയിൽ കയറാത്തവനോ അല്ല. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മഅ്സൂമീങ്ങളായ മലക്കുകളുണ്ടല്ലോ. അവര് വരുമടാ. അല്ലാഹുമ്മ ഗുഫിർ ലഹു, അല്ലാഹുമ്മ ഇർഹംഹു. നിനക്ക് വേണ്ടി ദുആ ചെയ്യാ. ഇത് നമസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാ. ഇതിനേക്കാളും ഒരു പ്രതിഫലം പറയാൻ എന്റെ കയ്യിലില്ല സഹോദരാ. അതുകൊണ്ട് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു 4000 പ്രവാചകന്മാരുടെ കൂടെ നടന്നിട്ട് പഠിച്ച ഇൽമാ. അതിലെ ഒന്നാമത്തെ ഇൽമേതെന്നറിയുമോ? മോനെ, ഇബാദത്ത് ചെയ്യുമ്പോ നിന്റെ ഹൃദയത്തിനെ നീ സൂക്ഷിക്കണേ. പ്രത്യേകിച്ച് നിസ്കരിക്കുമ്പോ നിന്റെ ഹൃദയത്തിനെ നീ അടിച്ചു വിടരുത്. അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധം നിനക്ക് വേണം. കരുണക്കടലായ അല്ലാഹ്, ആ ഈമാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, ആ ഈമാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്.